സാധാരണ നമ്മളിങ്ങനെ ബീച്ചിലൊക്കെ വരുമ്പോൾ തീരത്ത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ എഴുതിയിടും. എന്നിട്ട് ആ എഴുതിയിടുന്നത് തിര വന്ന് മാച്ച് കളയാൻ വേണ്ടി നമ്മൾ കൗതുകത്തോടെ നോക്കി നിൽക്കാറുണ്ട് അല്ലേ? പക്ഷേ കോഴിക്കോട് ബീച്ചിൽ ഇങ്ങനെ എന്ത് എഴുതിയാലും തിര വന്ന് മായ്ക്കില്ല. കാരണം കുറച്ച് നാളായി കോഴിക്കോട് ബീച്ചിൽ തിരമാലകളില്ല. കോഴിക്കോട് ബീച്ചിലേക്ക് എത്തുന്നവരൊക്കെ കടലിൽ തിരമാലകൾ എവിടെയെന്ന് അന്വേഷിക്കുകയാണ്. സ്റ്റാർബക്സ് പരിസരം മുതൽ ഫ്രീഡം സ്ക്വയറിന്റെ ഭാഗത്തെ പുലിമുട്ട് വരെ തിരയില്ലാതായിട്ട് കുറച്ച് ദിവസങ്ങളായി. തിരയില്ലാതായതോടെ തന്നെ ഇവിടെ കടൽ തടാകത്തിന് സമാനവുമാണിപ്പോൾ. മുമ്പ് മേലോട്ട് കയറി വന്നിരുന്നു, നല്ലോണം. അപ്പം കുറേ കുറവാണ്. ഇടയ്ക്ക് ഇങ്ങ് ഇതായി വരുന്നുണ്ട്, കുറേ ഉള്ളു വലിഞ്ഞു പോകണമുണ്ട്. തിരപ്പം കുറവാണ്, കുഴപ്പമില്ല. പിന്നെ വെയിലില്ലല്ലോ, അപ്പം ഇങ്ങനെ വരുന്നതാണ്. മൺസൂൺ കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കാറുണ്ടെന്നാണ് മത്സ്യത്തൊഴിലാളികളും തീരത്തെ കച്ചവടക്കാരും പറയുന്നത്. 2-3 മാസത്തിനിടയ്ക്കലായി ഓണം കഴിഞ്ഞ് ഇങ്ങനെ തന്നെ കാട്ടിൽ തിരമലകളൊന്നുമില്ല. അടുത്തടി ചെളികളും കാര്യങ്ങളായിട്ടാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ന്യൂനമർദ്ദം വരുമ്പോൾ ഇടയ്ക്ക് ചെറിയൊരു തിരമാല ഉണ്ടാവും. പിന്നെ ആ ന്യൂനമർദ്ദം പോയി കഴിഞ്ഞാൽ പിന്നെ സാധാരണ രീതിയിൽ തന്നെ ആയി. എന്തായാലും ഓരോ വർഷത്തിൽ എപ്പോഴും ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ ബോട്ടിങ്ങിനൊക്കെ ആൾക്കാർ വരുമ്പോൾ ചോദിക്കാറുണ്ടോ കടലിൽ തിരയില്ലല്ലോ എന്ന്? എത്രയോ പേര് ചോദിക്കാറുണ്ട്, കുറേ പേര് ചോദിക്കാറുണ്ട്. കുറേ പേര് ഇറങ്ങി നോക്കൂ, എന്താ സംഭവം എന്നൊക്കെ നോക്കാൻ വേണ്ടി. അപ്പോൾ അവർക്കൊക്കെ ഏകദേശം തീരുമാനം പറഞ്ഞു കൊടുക്കും നമ്മൾ കാര്യങ്ങളൊക്കെ. കടലിൽ വലിയ രീതിയിൽ ചെളി കെട്ടിക്കിടക്കുന്നതിനാലാകാം ശക്തിയുള്ള തിരമാലകൾ ഇല്ലാതാകാൻ കാരണമെന്നാണ് വിദഗ്ധ അഭിപ്രായം. ഏതായാലും അധികം വൈകാതെ കടൽ പഴയതുപോലെയാകും. മൺസൂണിന് ശേഷം കടലിന്റെ അടിത്തട്ടിലെ ഘടനയിൽ ചില മാറ്റങ്ങൾ വന്നതുകൊണ്ടായിരിക്കാം ഉപരിതലത്തിൽ ഇത്തരത്തിൽ തിരമാലകൾ ഇല്ലാതാകാനുള്ള കാരണമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത്. ഇത് സ്വാഭാവികം മാത്രമാണ്, അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഷിജിൻ നരിപ്പറ്റയ്ക്കൊപ്പം അഞ്ജന സുകുമാരൻ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.